ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുട്ടികളുള്ള സമയത്ത് നമുക്ക് എത്ര സ്നാക്സ് ഉണ്ടാക്കിയാലും അത് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ നല്ലൊരു സ്നാക്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് മാവ് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ കറുത്ത എള്ളുണ്ടല്ലോ, അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു 5 ടീസ്പൂൺ ഓയിലാണ്. അപ്പം ഞാനിപ്പോൾ ഓയിൽ എന്ന് പറയുന്ന സമയത്ത് കടലെണ്ണയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ ഓയിൽ സാധാ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ കടലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. ബട്ടർ ഇല്ലാത്തവർക്ക് ഗീ ആണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമ്മുടെ ചോയ്സ് പോലെ നമുക്കത് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം നന്നായിട്ട് കൈയോടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ മാവ് ഇത് കണ്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കുഴച്ചതിന് ശേഷം എന്നിട്ട് ഇപ്പം നമ്മളൊരു ചെറിയൊരു ഒന്ന് തേക്കാനായി നമ്മുടെ മാവിലേക്ക് തേക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ മെൽറ്റഡ് ബട്ടറാണ്. ബട്ടർ വന്നിട്ട് മെൽറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ മാവാണ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ബട്ടർ എത്ര എടുത്തെന്ന് പറയാത്തത്, നമ്മളിപ്പോൾ ഈ കുഞ്ഞു കിണ്ണത്തിൽ ഞാനിപ്പോൾ എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അളവെന്ന് പറയാത്തത്, നമ്മൾക്ക് എത്ര വേണ്ടത് അപ്പോൾ അതിന് ആവശ്യാനുസരണം പോലെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അളവ് പറയാത്തത് കേട്ടോ. അപ്പം നമുക്ക് എത്ര വേണ്ടത് അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് ഇടയിൽ റെഡിയാക്കിയാലും ഫോട്ടോ കുഴപ്പമില്ല. എന്നാലും ഒറ്റയടിക്ക് നിറയെ മിക്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയാത്തത്. അപ്പം നമ്മൾ ഗോതമ്പ് മാവ് ഇതുപോലെ മെൽറ്റ് ചെയ്ത് ബട്ടറിലേക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ക്രീം പോലെ നമുക്കത് മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്ക് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബട്ടർ ആകുന്ന സമയത്ത് ഒന്നുകൂടി നല്ല മണം ഉണ്ടാവും. അതുപോലെ നെയ്യാവുന്ന സമയത്ത് നല്ല മണമാണ് കേട്ടോ. നമുക്ക് നെയ്യും ബട്ടറും യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു മണം കിട്ടുന്നത്. അപ്പം നമ്മൾ മാവ് വന്നിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ഒരുവിധം ഒരു 1/4 ഭാഗം നമ്മുടെ മാവെടുത്ത് ഇതുപോലെ നന്നായിട്ട് നെയ്സായിട്ട് പരത്തിയെടുക്കാം. നൈസായിട്ട് വേണം പരത്താൻ കേട്ടോ. ഒരുപാട് കനം കൂടാൻ പോലെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ, പക്ഷേ നമ്മൾ ഇതുപോലെ വലിയ പീസായിട്ട് വലിയൊരു ഉരുള എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യും, അതായത് നമ്മുടെ ബട്ടറും, നെയ്യല്ല നമ്മുടെ ബട്ടറും മാവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് നമ്മൾ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളത് റെഡിയാക്കിയത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതൊക്കെ ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സ്. അതുപോലെ നമ്മുടെ ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്സിന് വന്നിട്ട് ബലമില്ലാതെ നന്നായിട്ടുണ്ടാവും. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന രീതിക്ക് നമുക്ക് ആവാനായിട്ടാണ് നമ്മൾ ഈ ബട്ടറും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നെയ്യ് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നെയ്യിൻ്റെ മിക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അമർന്ന് റോൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഇല്ലാത്ത രീതിക്ക് നമ്മളതിനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം അടിയിലൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടണം കേട്ടോ. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് അടിയിൽ നിന്ന് ഒട്ടുന്ന രീതിക്ക് നമ്മളതിനെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ അമർത്തി റോൾ ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരുവിധം വലിയ സൈസാണ്. അപ്പം നിങ്ങൾക്ക് കുഞ്ഞതാണ് വേണ്ടത്, കുഞ്ഞൊരു ചെറിയ ഷേപ്പിലേക്കാണ് വേണ്ടതെന്നിങ്ങനെ ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു സ്നാക്സ് റെഡിയാക്കാൻ തന്നെ മാക്സിമം ഒരു 2.5-3 മണിക്കൂറായിട്ടാണ്. നമുക്ക് ഓരോന്നും ഇതന്നെ വളരെ ചെറിയ പീസാണ്. ഇതിനേക്കാളും ചെറിയ പീസാകുന്ന സമയത്ത് നമുക്ക് പരത്തിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. പിന്നെ അപ്പം നമ്മൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അമർത്തി കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരുപാട് അങ്ങനെ പരത്തണ്ട. ഒരുവിധം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബട്ടറിൻ്റെ മിക്സ് ഇതിലേക്ക് വീണ്ടും ഒന്നുകൂടി തേച്ച് കൊടുക്കണം.
അപ്പോൾ അതാ പറഞ്ഞത്, മാക്സിമം ഒരു 2.5-3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തുടർച്ചയായിട്ട് തന്നെ ഇതിലൊന്നും നിന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുട്ടികളെ നോക്കി ഇതും ചെയ്യുന്ന സമയത്ത് എനിക്കത് കാരണമാണ് കുറച്ച് സമയം എടുത്തത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ, നല്ല മണമാണ്, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ബലന്നെ ഉണ്ടായിരുന്നില്ല, അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ തേച്ചതിന് ശേഷം വീണ്ടും മടക്കി കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടി മടക്കി കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഈസി മെത്തേഡാണ്, പക്ഷേ ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് അമർത്തണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരുവിധം ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കനത്തിൽ നമ്മൾ പരത്തിയെടുത്താൽ മതി. ഒരുപാട് നൈസാക്കി പരത്തണ്ട. നമുക്ക് ആ ഒരു ലെയർ കാണുന്ന സമയത്ത് നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ആ ലെയർ പുറത്ത് വരുന്ന രീതിക്കാവും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കനത്തിൽ നമ്മൾക്ക് പരത്തിയാൽ മതി, ഒരുപാട് നൈസാക്കണ്ട. അപ്പം വീണ്ടും അതുപോലെ തന്നെയാണ് നമ്മളൊന്ന് ഇതുപോലെ എല്ലാം ഒന്ന് പരത്തി ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ അപ്പോഴത്തേക്കാളും ഒരു ചെറിയൊരു കുഞ്ഞു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ചെറിയ സൈസ് ആക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഷേപ്പിൽ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ എല്ലാ സ്നാക്സും ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ കണ്ടില്ല, അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഒരുപാട് ചൂടായിട്ടില്ല, ആ ഒരു ലേശം ചൂടാണ്. നമുക്ക് നമ്മുടെ മാവൊന്നും, അതായത് ഒരു 3 ലെയറിന് നമ്മുടെ മാവിനുണ്ടല്ലോ, അപ്പം നമുക്ക് ആ ഒരു 3 ലെയർ വേവുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ചൂടായാൽ മതി. ഒരുപാടും ചൂടാക്കിയാൽ ഉള്ളിൽ വേവില്ല, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഹാർഡായി പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പരത്തുന്നതിന് മാത്രമാണ് നമുക്കൊരു ടൈമിങ്. പിന്നെ നമുക്ക് ഈ എണ്ണയിലിടുന്നതിലൊന്നും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ആ ഒരു വേവുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പം ഒന്ന് വെന്ത് അടിഭാഗം നമ്മൾ ഇട്ട് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. മാവ് പൊട്ടി വരിക അങ്ങനെയൊന്നുമില്ല, നമ്മൾ അടിയിലെ ഭാഗം വേവാനായിട്ടുള്ള ഒരു സമയം കൊടുക്കാം. ആ ഒരു സമയം നമുക്ക് വേവുന്ന സമയത്ത് പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ 2 വശവും വെന്ത് വന്നതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് തീ കൂട്ടി കൊടുത്തിട്ട് പെട്ടെന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എല്ലാം സിമ്പിൾ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഫുള്ളും റെഡിയാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ സിമ്പിൾ തന്നെ വെച്ച് ചെയ്യണമെന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പം ഞാൻ സിമ്പിൾ വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഒന്ന് തീ കൂട്ടിയതിന് ശേഷം പിന്നെ വീണ്ടും ഒന്ന് കളർ പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ അത് എന്നിട്ടാണ് എനിക്ക് 2-2.5 മണിക്കൂറൊക്കെ ആയിന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിയിൽ ഭാഗം വെന്ത് വന്നിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ അതുകൊണ്ടാണ് എണ്ണ ഒരുപാട് തിളയ്ക്കാതെ അങ്ങനെ പതുക്കെ ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്തേ എടുക്കാമല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, നമ്മുടെ കുട്ടികളൊക്കെ വലിയ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നല്ലൊരു സ്നാക്സാണ്. നമുക്ക് എന്തായാലും പുറത്തുനിന്ന് മേടിച്ച് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ നോക്കി നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു സ്നാക്സ് എന്തായാലും അതൊരു നല്ലൊരു ഹെൽത്തി തന്നെയാണ്. നമ്മളെ പുറത്തുനിന്ന് എന്തായാലും മേടിച്ചു കൊടുക്കുന്നത് എന്തായാലും ഒരു ഹെൽത്തി അല്ലല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്നാക്സ്. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ കളർ ചേഞ്ച് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഇനി ഇതിലും കൂടുതൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഒന്നുകൂടി കളർ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാൽ വീട് മൊത്തം ഈ ഒരു സ്നാക്സിൻ്റെ മണമായി കേട്ടോ. അത്രയും നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ദിവസം നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും അതിൻ്റെ അടുത്ത ദിവസം ഈ ഒരു സ്നാക്സ് നമുക്കിതിപ്പോൾ മാക്സിമം ഒരാഴ്ചയിൽ കൂടുതലാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് വെച്ചാലും. ഞാൻ ഒരാഴ്ച വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞാണ്. എന്തായാലും എണ്ണയിലിട്ട ഈ ഒരു സ്നാക്സ് നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് എടുത്ത് വയ്ക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരാഴ്ച എടുത്ത് വയ്ക്കേണ്ട അളവിലേക്കൊന്നും എൻ്റെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് മക്കൾ പറഞ്ഞ് ഈ ഒരു സ്നാക്സിന് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ മുക്കി കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊരു സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മൾ ഈ സോസൊക്കെ മുക്കി നമുക്ക് ചില ചിപ്സുകളൊക്കെ നമ്മൾ സോസൊക്കെ മുക്കി കഴിക്കാറുണ്ടല്ലോ, നമ്മൾ ടൊമാറ്റോ സോസൊക്കെ മുക്കി കഴിക്കാറുണ്ടല്ലോ. അപ്പം അതുപോലെ നമ്മൾ ഈ ഒരു സ്നാക്സ് മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നുണ്ട്. നമുക്ക് ഒരു ഈവനിങ് സമയത്ത് നമുക്ക് ചായക്ക് ഇതുപോലൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ പറയാം, പെട്ടെന്ന് ഒരു കാലിയാവുന്ന ഒരു സ്നാക്സ് എന്ന് പറയാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, എത്ര പെട്ടെന്ന് അങ്ങനെ പൊടിപൊടിയായിട്ട് അങ്ങനെ പോകുന്നുണ്ടല്ലേ. അപ്പം നല്ലൊരു സ്നാക്സാണ്, നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.